സംസ്ഥാനത്തെ ചരിത്രം കുറിച്ച് ബി.ജെ.പിയുടെ ആദ്യ മേയറായി സത്യപ്രതിജ്ഞ ചെയ്ത് വി രാജേഷ്. 100-അംഗ കൗൺസിലിൽ 51 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് രാജേഷ് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത്. GS ആശാനാഥ് ഡെപ്യൂട്ടി മേയറായും ചുമതലയേറ്റു. മേയറെ തീരുമാനിച്ചതിൽ പാർട്ടിയിൽ തർക്കങ്ങൾ ഇല്ലെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. അതേസമയം മേയർ, ഡെപ്യൂട്ടി മേയർ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ശേഷം നടപടികൾ പൂർത്തിയാകും മുൻപ് കോർപ്പറേഷനിൽ നിന്ന് മടങ്ങി ആർ ശ്രീലേഖ അതൃപ്തി പരസ്യമാക്കി. ചരിത്രമെഴുതി വി രാജേഷ് തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റു. 4 പതിറ്റാണ്ടിന്റെ ഇടതുഭരണത്തിന് വിരാമമിട്ടാണ് കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി പിടിച്ചെടുത്തത്. പാർട്ടിയുടെ അഭിമാന മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള നേതാക്കളും എത്തി. നമ്മുടെ കോർപ്പറേഷന്റെ നികുതി വരുമാനം കോടിക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടുവാനുണ്ട്. ചിലരൊക്കെ തന്നെ നികുതി അടയ്ക്കുവാനുണ്ട്. മറ്റു പലതും കേസുകളായി കീഴ്ക്കോടതികളിലും ഹൈക്കോടതികളിലും വർഷങ്ങളായി കെട്ടിക്കിടക്കുകയാണ്. ഇക്കാര്യങ്ങൾ അടിയന്തരമായി പുതിയ ഭരണസമിതി പരിശോധിക്കും. കോർപ്പറേഷന്റെ വരുമാനം ഏതെങ്കിലും ഭാഗത്തുനിന്ന് കോർപ്പറേഷന് കിട്ടേണ്ട പണം കിട്ടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പിരിച്ചെടുക്കുവാനുള്ള കർശന നടപടികൾ സ്വീകരിക്കും. സ്വതന്ത്രനായി ജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പിന്തുണയും വി രാജേഷിനായിരുന്നു. ഇടത് സ്ഥാനാർത്ഥി RP ശിവജിക്ക് 29 വോട്ടും UDF സ്ഥാനാർത്ഥി KS ശബരിനാഥന് 17 വോട്ടും ലഭിച്ചു. പൗണ്ടുകടവ് വാർഡിൽ നിന്ന് വിജയിച്ച സ്വതന്ത്രൻ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDFന്റെ 2 വോട്ടുകൾ അസാധുവായി. ഒപ്പിട്ടതിലെ പിശകാണ് വോട്ടുകൾ അസാധുവാകാൻ കാരണം. ആർ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ രാജേഷിന് നറുക്ക് വീഴുകയായിരുന്നു. മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ പാർട്ടിയിൽ തർക്കമില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയെ ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ഒരു പ്രോസസ് ഉണ്ട്. ഒരു പാനൽ ഉണ്ടാക്കും. ആ പാനൽ ഞങ്ങൾ സെൻട്രൽ പാർട്ടിക്ക് അയക്കും. സെൻട്രൽ പാർട്ടി ഞങ്ങളൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യും. ചർച്ച നടന്നു, അവർ തീരുമാനിച്ചു. ഞങ്ങൾ അതിൻ്റെ ഭാഗമായി ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഒരു ലീഡർ മേയറായി, മറ്റൊരു ലീഡർ ഡെപ്യൂട്ടി മേയറായി. അതേസമയം വി രാജേഷിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ നടപടികൾ പൂർത്തിയാകും മുൻപ് ആർ ശ്രീലേഖ കോർപ്പറേഷനിൽ നിന്ന് മടങ്ങി അതൃപ്തി പരസ്യമാക്കി. ഡെപ്യൂട്ടി മേയറായി GS ആശാനാഥും ചുമതലയേറ്റു. മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിൽ സ്വീകരണം നൽകി. ജനാധിപത്യ വിരുദ്ധമായ മേയർ തെരഞ്ഞെടുപ്പാണ് നടന്നതെന്നും ചട്ടലംഘനം നടത്തിയാണ് 20 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതെന്നും CPIM ആരോപിച്ചു. വിഷയത്തിൽ കോടതിയെ സമീപിക്കാനാണ് CPIM തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.